നാട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ ബോംബെയിലോട്ട് പോവുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ബാംഗ്ലൂർ വഴിയാണ് പോയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു 1 ഡേ ട്രിപ്പ് എന്ന രീതിയിൽ ബാംഗ്ലൂരിൽ ഒന്ന് പോകാമെന്ന്. അപ്പോൾ എവിടെ പോകുമെന്ന് ആലോചിച്ചപ്പോഴാണ് ബാംഗ്ലൂർ ലാൽബാഗിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ലാൽബാഗ് വിശേഷങ്ങളാണ് കേട്ടോ. ലാൽബാഗ് എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു ടൂറ് പോകുന്നത് ലാൽബാഗിലാട്ടോ. ഫ്രണ്ട്സിനെ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ. ടൈമിൽ സൺഡേ ആണ്. നോർമലി നല്ല തിരക്കുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. ഞങ്ങൾ എൻ്റെ നൊസ്റ്റു അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിട്ട് ഒരു കോണൊക്കെ വാങ്ങിച്ചു. അവിടെ ഷോപ്പിംഗ് ഏരിയ ആയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസാണ് കൂടുതലായിട്ടും വെച്ചിട്ടിരിക്കുന്നത്. ഞങ്ങളപ്പോൾ 1-2 ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഗ്ലാസ് ഹൗസ് കണ്ടു, ഫൗണ്ടൻ കണ്ടില്ല. നമ്മൾ പോകുന്നത് ഹീറോ സ്റ്റോൺ എന്നും പറഞ്ഞിട്ട് ഒരിടത്താണ്. അവിടെ തന്നെ ഒരു കേവ് ഗൗഡ ടവർ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം ഇതിനെ പറ്റിയിട്ട് വലിയ അവബോധമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് പണ്ടെപ്പോഴോ വന്നിട്ടുള്ള രീതിയിൽ കയറി അകത്തോട്ട് പോകുന്നു. ഞാനിവിടെ പോയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇതാണ് കേട്ടോ നമ്മുടെ കെമ്മി ഗൗഡ ടവർ എന്ന് പറയും. ഇതിൻ്റെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു മാർഗ്ഗരേഖ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അതൊന്ന് കാണുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞങ്ങളത് ലാസ്റ്റാണ് കണ്ടത്. ഓരോ ഇടവും കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ നമ്മളത് പോയത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മാങ്ങ കേട്ടോ. ഞങ്ങൾ വാങ്ങി കഴിച്ചു. സൂപ്പറായിരുന്നു. പല്ലെല്ലാം കുഴഞ്ഞപ്പോ ഇവിടെ നമ്മൾ പോയപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഋഷിയാണ് കേട്ടോ. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ഇടം. ഒരുപാട് ഫാമിലീസ് ഉണ്ടല്ലോ, അവരുടെ കുട്ടികളുമായിട്ടും അവരൊക്കെ വന്നിട്ട് അവിടെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു ലോൺ പോലെ, അതായത് പുൽത്തകിടിൻ്റെ അകത്ത് വന്നിങ്ങനെ ഇരിക്കുകയും അവർ കുറേ കളികളും, കുട്ടികളാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ നമ്മുടെയൊക്കെ മക്കളെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അതൊക്കെ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റി നമ്മളവിടെ പോയപ്പോഴത്തേക്ക്. അങ്ങനെ ഒഴിവ് ടൈമൊക്കെ കിട്ടുമ്പോൾ പേരൻസൊക്കെ ആണെങ്കിൽ ഒരുപാട് ബിസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേരൻസിനൊക്കെ ഒരു നല്ല ഇടമായിരുന്നു അത്. ഞങ്ങളും കുറേ ടൈം അവിടെ റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു. കുറേ നമ്മളും എൻജോയ് ചെയ്ത് ലൈഫിൽ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇടത്തൊക്കെ പോകാനാണെങ്കിൽ കുറച്ച് നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റും കേട്ടോ. മറ്റൊരു സ്പോട്ടാണ് ഗ്ലാസ് ഹൗസ്. ഇത് ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിൻ്റെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. 1989 മറ്റോ എന്താണ് ഇത് നിർമ്മിച്ചത്. ഗ്ലാസിൻ്റെയും അയണിൻ്റെയും ഒരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. നല്ല മനോഹരമായൊരു ഗ്ലാസ് ഹൗസ് ആയിരുന്നു. കുറേ ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ടല്ലോ കുറേ സ്പോട്ടുണ്ട് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല വ്യൂവിലുള്ള കുറേ ഇടങ്ങളുണ്ട്. നമുക്ക് മനോഹരമായ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്നു. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്നിട്ട്. 200 ഏക്കറിലധികം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ 1000-ൽ പരം സ്പീഷീസുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ചുറ്റിക്കറങ്ങാൻ തന്നെ ഒരു 3 to 4 hours മാക്സിമം വേണം കേട്ടോ. ഞങ്ങളാണെങ്കിൽ നടന്ന് പാട് തിരങ്ങി, അത്രയ്ക്കും നടക്കാനുണ്ട്. ഇവിടെ ഒരു ജാനുവരിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നല്ല ഫ്ലവർ ഷോയും മറ്റും ഉണ്ട് കേട്ടോ. ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഈ സ്പ്രിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ പൂക്കളൊക്കെ വീഴുന്ന സമയത്തൊക്കെ പോകാനാണെങ്കിലുണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും. ഇതൊരു വേറൊരു സ്പോട്ടാണ് കേട്ടോ. ഫൗണ്ടൻ കുറേ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, പക്ഷെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. വിഷുവും വൈകിയൊക്കെ ആണെങ്കിൽ കുറേ രീതിയിലൊക്കെ നിന്നിട്ട് അമ്മ ഇങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുമെന്നും പറഞ്ഞ് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസാണ് കേട്ടോ. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ മാനം പൊട്ടി നിൽക്കുക.
ഇത്രയും ഹൈപ്പിലുള്ള മരമൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. രിഷുവിനും വൈകിയൊന്നും വിശ്വാസം വരുന്നില്ല. അമ്മ ഇതിൻ്റെ ഫോട്ടോ എടുക്കും, അമ്മ ഇതിൻ്റെ ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്ത് തകർത്ത് ഈ ട്രിപ്പിൽ. ഓരോ സ്പോട്ടിലും പോകാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വീണ്ടും ഗ്ലാസ് ഹൗസിന് മുമ്പിൽ തന്നെ എല്ലുമായിരുന്നു. വൈകുട്ടി നടന്നു പോകുന്ന വേറൊരു സ്പോട്ടിലോട്ടാണ് കേട്ടോ. അതാണ് ബാൻഡ് സാൻഡ്. അതായത് നമ്മുടെ വുഡൻ കൊണ്ടുള്ള പില്ലേഴ്സ് കൊണ്ടിട്ടുള്ള ഇരിക്കുന്ന ഒരു ഇടം പോലെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ഈ കുറച്ച് നാളായിട്ട് ഇത് റോപ്പുകൾ കൊണ്ട് കെട്ടി വെച്ചിരിക്കുക. ലാസ്റ്റ് ടൈമിലൊരു ഫ്ലവർ ഷോ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അതിന് കെട്ടി വെച്ചിരിക്കുക എന്തോ കാലപ്പഴക്കം കൊണ്ട് അതിന് കുറച്ച് കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവിടോട്ട് ആരെയും വിടുന്നില്ല. അത് റോപ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുക. പക്ഷെ അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് വുഡൻ, അതായത് നമ്മുടെ തടി കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട്. അവിടുന്ന് വായിക്കും. 20 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ളൊരു ട്രീ ഫോസിലാണ് കേട്ടോ. അതിൻ്റെ സൂപ്പർ പടാറൊരു ട്രീ ഫോസിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുറേ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ടത്. അങ്ങനെ ഒരു വെറൈറ്റി ആട്ടോ. ട്രയാങ്കിൾ പാം എന്നാണ് ഇത്. ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ്. ഇത് ഇവിടുത്തെ ബോൺസായി ഗാർഡനാണ്. പല രീതിയിലുള്ള സ്ട്രക്ചറിൽ ഇവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതും വളരെ എന്താ പറയേണ്ടത്, നമ്മുടെ ചരിത്രത്തിലൊക്കെ ഇടനേടിയ ഒരു സംഭവം. അതായത് ഏറ്റവും വലിപ്പമുള്ള നമ്മുടെ കോട്ടൺ സിൽക്കില്ലേ, സിൽക്കാണ്, സിൽക്ക് പ്ലാന്റ് ആണ്. ഇനി ഇവിടുത്തെ ഒരു തടാകമാണ് ലേക്ക് ഏരിയ. ഇവിടെയും എല്ലാവരും ഇങ്ങനെ ഈവനിങ്ങിനൊക്കെ വന്നിട്ട് ഈവനിങ് വോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടിരിക്കുന്ന ഒരിടവാട്ടോ. നമ്മളും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. കുറേ ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇവിടുത്തെ ട്രിപ്പിൽ വന്നിട്ട് നമ്മൾ എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന നമുക്ക് അറിയത്ത കൂടിയില്ല. അങ്ങനെ ഒരിടവാട്ടോ, സമയം പോകുന്നതേ അറിയത്തില്ല. കുറേ വെറൈറ്റി ഓഫ് ക്യാറ്റസ് ഉണ്ട് കേട്ടോ. ഇതിലാണേത്. ഇത് മറ്റൊരു ഇടമാകട്ടോ. നമ്മുടെ ക്രോക്കഡൈലില്ലേ, അത് തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണോ എന്ന് അറിയത്തില്ല, വീഡിയോയിൽ വ്യക്തമാകത്തില്ല. കാരണം അപ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സന്ധ്യയായി. നമ്മുടെ അവിടെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തന്നെ ഒരു 7:30 ആയി. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ബോംബെക്ക് പോകേണ്ടത് കാരണം നമ്മൾ എന്തായാലും ഒരു തവണയും കൂടെ വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് ബോംബെക്ക് പോകണം. നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അത്ര കുറച്ച് ടൈം നമുക്കൊരു നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്